എന്റെ ക്ലാസ് മോശമാണെങ്കിൽ അത് പറ, സ്വഭാവം ചീത്താണെങ്കിൽ അത് പറ. ഇതൊരുമാതിരി. മോഹൻദാസേ, സ്ഥാപനത്തിനൊരു നല്ല പേരുണ്ടാക്കി ഇതൊന്ന് വിപുലീകരിച്ച് ഒരു നേരമെങ്കിലും കഞ്ഞിവെള്ളം കുടിച്ച് ജീവിച്ചാൽ കൊള്ളാമെന്നുണ്ട്. ഇവിടെ വെച്ച് തല്ലും പിടിയും ഉണ്ടായാൽ സ്ഥിതി എന്താവും? ക്ലാസ്സിലൊന്നും കാണാൻ കൊള്ളാവുന്ന പെമ്പിള്ളേരില്ലാത്തതുകൊണ്ട് വിദ്യാർത്ഥി സുഹൃത്തുക്കൾ പലരും പിന്മാറിപ്പോകുന്ന അറിയാമല്ലോ. ഈ അടിപിടി കൂടി ആയാൽ ഇപ്പോഴുള്ള പെമ്പിള്ളേരും കൂടി വരാതെയോ, അതോടെ കച്ചവടം മതിലേക്ക് കട അടയ്ക്കേണ്ടി വരും. ഇത്രയും നല്ലൊരു അവസരം ആരെങ്കിലും കളയോ മാഷെ? ഇവരൊക്കെ പറയുന്ന കേട്ടു മാഷിന് പേടിയാണെന്ന്. നേരാണോ? ഏയ്, എനിക്ക് പേടിയൊന്നുമില്ല. പിന്നെന്താ പ്രശ്നം? പ്രശ്നം അത് നമ്മുടെ മഹാത്മാഗാന്ധിയുടെ അഹിംസ ഉണ്ടല്ലോ, ആരെയും തല്ലുന്നതും കൊല്ലുന്നതും എനിക്കിഷ്ടമല്ല. അഹിംസ. അതെ, സത്യമായിട്ടും ഞാനൊരു അഹിംസവാദിയാ. അപ്പൊ ഒരു കാര്യം ചെയ്യും, മാസ് പൊക്കോളൂ. ഏതെങ്കിലും കളവ് കേസിൽപ്പെട്ട് പോലീസ് സ്റ്റേഷനിൽ വരുമ്പോ അവിടെ വെച്ച് കാണാം. നിങ്ങളെയൊക്കെ ഇത്ര പെട്ടെന്ന് വിട്ടിട്ട് പോകാൻ എനിക്ക് സാധിക്കുന്നില്ല മാസച്ച മാഷെ, സുധാകരൻ മാഷെ, മാഷേ, മൂന്നം മാഷെ. നിന്റെ ഈ തട്ടിപ്പ് സെന്റിമെന്റ്സ് ഒന്നും വേണ്ട, പോയി രക്ഷപ്പെടാൻ നോക്കും. അപ്പഴേ ഞങ്ങൾ ക്ലാസ് തുടങ്ങാം. മാസ്റ്റർ ചെന്നാട്ടെ. അപ്പൊ രക്ഷയില്ലേ? ഇല്ല ഇല്ല ഇല്ല. ദേവയാനി ടീച്ചറെ, അറിഞ്ഞോ അറിയാതെയോ നിങ്ങളോട് വല്ല തെറ്റും ഞാൻ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. മാഷ് ഇതുവരെ തെറ്റൊന്നും ചെയ്തായി ഓർക്കുന്നില്ല. ഇല്ലേ? ഇല്ല. എന്നാ ഞാൻ പോട്ടെ. ട്രെയിനിങ്ങിന് പോകുന്നു, അതോ ഗാന്ധിജിയുടെ അഹിംസാവാദത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു? അത് പിന്നെ ഈ മാത്തച്ഛൻ മാഷയും മറ്റും വിചാരം ഞാൻ കള്ളം പറയുന്നതെന്നാ. സത്യമായിട്ടല്ല ടീച്ചറെ. ഈ ചെറുപ്പം മുതലേ ഒരുപാട് ഗാന്ധി സാഹിത്യമൊക്കെ വായിച്ച് ഞാൻ വല്ലാത്തൊരു അഹിംസാവാദിയായി പോയതാ. എങ്കിൽ പിന്നെ ഗാന്ധിജിയെ പോലെ ഒറ്റത്തോർത്ത് ഊന്നുവടിയൊക്കെ ആവാലോ. ഏയ്, എനിക്ക് അതിനൊക്കെ പ്രായമൊന്നും ആയിട്ടില്ല. മാഷിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ കയ്യിൽ കിട്ടിയ ഭാഗ്യം തട്ടിക്കളയുമായിരുന്നില്ല. മാഷക്കറിയോ, ഹോസ്റ്റലിലെ വാടക കൊടുത്തിട്ട് 2 മാസമായി. ഞാൻ വല്ലത് അയച്ചു കൊടുത്തിട്ട് വേണം ഇല്ലത്തെ അടുപ്പിൽ തീ പൂട്ടാൻ. വേറെ ഒരു മാർഗം ഇല്ലാത്തത് കൊണ്ടാ ഈ നശിച്ച ട്യൂട്ടോറിയൽ കാലം കഴിക്കുന്നത്. മാഷെങ്കിലും രക്ഷപ്പെടാൻ നോക്ക്. ഇല്ലത്തെ ആരൊക്കെയുണ്ട്? അച്ഛനും ഒരനിയനും, അമ്മയില്ല. ഐ ആം സോറി. ടീച്ചർ ഒരു പ്രാരാബ്ധക്കാരിയാണെന്ന് കണ്ടപ്പോ തോന്നിയില്ല. പറയാൻ കാരണം മറ്റൊന്നുമല്ല, നമുക്കൊക്കെ രക്ഷപ്പെടാൻ ചിലപ്പോൾ ജീവിതത്തിൽ ഒരു ചാൻസ് കിട്ടിയെന്ന് വരും. ഇതങ്ങനെ ഒരു സന്ദർഭമാണെന്ന് കരുതിക്കോളൂ. ബെസ്റ്റ് ഓഫ് ലക്ക്. ഈ രാത്രിയിൽ ഒറ്റയ്ക്ക് വരാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു മോനെ? പഠിക്കൽ വരെ മൂത്തടുത്ത രാമേട്ടുണ്ടായിരുന്നു. ആഹാ, അതെന്താ അമ്മ അങ്ങനെ ചോദിച്ചത്? രാത്രിയിൽ ഞാൻ ഒറ്റയ്ക്ക് വന്ന് എന്നെ ആരെങ്കിലും പിടിച്ച് വിഴുങ്ങോ? ഇന്ന് എത്ര കാലം കൊണ്ട് ഞാൻ കാണുന്നു മോനെ. അമ്മ എന്ത് കണ്ടു? ഒരു കുന്തവും കണ്ടിട്ടില്ല. അത് ശരി, നീ വല്ലതും കഴിച്ചോ? എനിക്കൊന്നും വേണ്ട. ആ, എന്റെ ജോലി പോയമ്മേ. സന്തോഷം. സന്തോഷം? സ്വന്തം മകന്റെ ജോലി പോയ സന്തോഷിക്കാ വേണ്ടത്? ഇങ്ങനെ അമ്മയെ ഞാനും കണ്ടിട്ടില്ല. ഇപ്പൊ കണ്ടില്ലേ, ഒരു വലിയ കോളേജ് അധ്യാപകൻ. നീ അവിടെ പട്ടിണി കിടക്കുകയാണെന്ന് ഞാൻ അറിഞ്ഞു. ആർക്ക് വേണ്ടിയടാ ഈ ത്യാഗമൊക്കെ? നിന്റെ ഭാര്യയും മക്കളെയും പോറ്റാനോ? അത് ശരി. അപ്പൊ അമ്മയെ ഇപ്പൊ ശത്രുപക്ഷത്താണല്ലേ? സ്വപ്നം കണ്ടിട്ടിരുന്നാ മതി. ഓ, സബ് ഇൻസ്പെക്ടറുടെ അമ്മയാകാൻ എന്തോ കൊതിയാണെന്നറിയോ? അയ്യടാ, പോലീസ് പണിക്ക് നീ കൊള്ളത്തില്ലെന്നും നീ പേടിത്തൊണ്ടനാണെന്നും എനിക്ക് അറിഞ്ഞൂടെ? നിന്റെ അച്ഛനെ പോലെ എനിക്ക് തലയ്ക്ക് വട്ടൊന്നുമില്ല. അമ്മേ, എന്നെ പേടിത്തൊണ്ടെന്ന് വിളിക്കുന്നത് മാത്രം എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് കുറച്ച് അഹിംസവാദം ഉണ്ട്, അത് ഞാൻ സമ്മതിച്ചു. അല്ലാതെ പേടിയൊന്നുമില്ല. അമ്മ ബെറ്റ് വെക്കുന്നു, ഈ ഇരുട്ടത്ത് ഞാൻ ഒറ്റയ്ക്ക് ഈ വീടിന്റെ പടിക്ക് പോയി നിൽക്കുന്ന അമ്മയ്ക്ക് കാണണം. അയ്യോ, അങ്ങനെ സാഹസങ്ങളൊന്നും കാണിച്ചു കളയരുതേ. അങ്ങനെ വഴിക്ക് വാ. നിനക്ക് ചോറോ കഞ്ഞിയോ വല്ലതും വേണോ? എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ? എന്നാ ചെന്നിരുന്ന് ഉറങ്ങാൻ നോക്ക്. എന്നെ കൊല്ലിക്കാൻ നടക്കുന്ന ആളെവിടെ? ആര്? എന്റെ ഫാദർ. ഊണ് കഴിഞ്ഞ് കട്ടിക്കരി കിടന്ന് പോത്തിനെ പോലെ മുക്കറിയിടുന്നത്. ഇടട്ടെ, നല്ലോണം ഇടട്ടെ. അമ്മേ, എന്താ മോനെ? പല കള്ളന്മാരുമായിരിക്കും. പട്ടി വരയ്ക്കുന്നുണ്ടല്ലോ.
പുറത്തിറങ്ങി നോക്ക്, എന്നിട്ട് കള്ളനെ നീ തന്നെ പിടിക്ക്. ഇങ്ങനെയുണ്ടോ മനുഷ്യനൊരു പേടി? പേടിയൊന്നുമില്ല എന്ന് വെച്ച് മനുഷ്യന് ഭയമില്ലാതിരിക്കോ? ഇത് ഞാനാ, നിന്റെ അച്ഛൻ. അച്ഛൻ കള്ളനല്ല, പോലീസല്ലേ? അതെ. ഞാൻ വിചാരിച്ചു. നീ എന്ത് വിചാരിച്ചു? എന്തോ വിചാരിച്ചു. എന്റെ പൊന്നു മോനെ, ഇനിയെങ്കിലും നീ നേരെ ചൊവ്വ എന്തെങ്കിലും വിചാരിക്കും. എടാ, 30 വർഷക്കാലം സർവീസിലിരുന്ന് സബ് ഇൻസ്പെക്ടർമാരുടെ ആട്ടും തുപ്പം കൊണ്ടവനാ ഞാൻ. എന്റെ മോനൊരു SI ആയി കണ്ടിട്ട് വേണം എനിക്ക് മരിക്കാൻ. നീ എന്തിനാ പേടിക്കണേ? എടാ, കാക്കിക്കുപ്പായി വിട്ടവരെ നാട്ടുകാർക്കാ പേടി. നീ യൂണിഫോം ഇട്ട് വന്നാൽ എന്ത് തലയെടുപ്പായിരിക്കും എന്നറിയാമോ? നീ ആരെയും കുത്തണ്ട, ആരെയും കൊല്ലണ്ട. നിന്നെയും ആരും ഒന്നും ചെയ്യാൻ പോകുന്നു. ശ്രമിച്ചാൽ നിനക്ക് IPS കിട്ടും. അങ്ങനെ കേറി 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 നിനക്കൊരു IG വരെ ആവാൻ മോനെ. ട്രെയിനിങ്ങിന് പോവില്ലേ? എന്റെ മോൻ അച്ഛന്റെ ആഗ്രഹം സാധിച്ചു തരൂല്ലേ മോനെ? മോൻ ട്രെയിനിങ്ങിന് പോവില്ലേ മോനെ? എന്റെ പൊന്നു മോനെ, എന്റെ പൊന്നു. ഒരു നാളുണ്ട്, ഓടിട്ട് വേണം. ഓടിട്ട് വരാൻ. Hog jump position ready. Go. Forward grip, 4 times, go. On the hands down. Bend. Touch. Bend. Touch. Left, right, 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 left, 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 right, left, right, left, right, left, right, left, right, left, right, forward, hold. Right, come. Right, first, left, right, about 10, left, right, left, right, left, right, about 10, left, right, right, 10, left, right, right, about 10, left, right, forward, hold. Order, one. Break.
കാലം ആയല്ലോ കയ്യിൽ കുത്താൻ നോക്കിട്ട്. ഇതുവരെ ശരിയായില്ലേ? ഹൈപ്പർ ടംസ് 2 റൗണ്ട് ഓടിയിട്ട് വേണം.